ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രഞ്ജിത ഭർത്താവിനെ പറഞ്ഞു വിടുകയാണ്, സ്വത്തുക്കളെല്ലാം എത്രയും പെട്ടെന്ന് നമ്മുടെ പേരിലേക്ക് ആക്കണം, അതിന് വക്കീലിനെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കണമെന്നും പറഞ്ഞു. ഭർത്താവാണെങ്കിലോ വക്കീലിനെ കാണാനായിട്ട് പായുവാണ്. അങ്ങനെ വക്കീലിനെ കാണാനായിട്ട് അവിടെ നിന്ന് അരവിന്ദൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രഞ്ജിത ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ അതേ സുമിത്രയുടെ വീട്ടിൽ ആരോ വന്ന് വാതിലിലും കോളിംഗ് ബെൽ അടിച്ചു. അപ്പോൾ സുമിത്ര എന്ന് വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് സരസ്വതി അമ്മയെ. തലയിലൊരു കെട്ടൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന സരസ്വതി അമ്മയെ കണ്ടപ്പോഴേക്കും സുമിത്ര ഒന്ന് ഞെട്ടി. അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അത് തൊട്ട് പിന്നാലെ അപ്പവും കയറി വരുന്നു. അപ്പോൾ അപ്പവും ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ നോക്കുക കേട്ടോ, ഇത് എന്താ സംഭവം എന്ന് സുമിത്രയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്താ അമ്മ ഇത്, അമ്മയ്ക്ക് എന്തു പറ്റി എന്ന് സുമിത്ര ചോദിക്കുമ്പോഴും സരസ്വതി അമ്മ വിഷമിച്ച് നിൽക്കുക. എന്താ അപ്പു പറ്റിയത്, എന്താണ് അമ്മയ്ക്ക് പറ്റിയതെന്നൊക്കെ ചോദിച്ചപ്പം ഒന്നും മിണ്ടാതെ സരസ്വതി അമ്മ അകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് അപ്പവും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോണം. ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ എന്താണെന്ന് സുമിത്രയ്ക്ക് ഇട്ടൊരു പിടി കിട്ടുന്നുമില്ല. അപ്പോൾ സരസ്വതി അമ്മ എന്ന് അകത്ത് കയറിയിരുന്നു. അപ്പവും തൊട്ടരികിൽ ചെന്നിരുന്നു. അപ്പോഴും സുമിത്ര പിന്നാലെ ചെന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അമ്മയെ നിനക്ക് എവിടുന്നാ കിട്ടിയേ ഇതൊക്കെ ചോദിച്ചു. എന്താ നിങ്ങളൊന്നും പറയാത്തത്, എവിടെ വെച്ച് ആക്സിഡന്റ് ഉണ്ടായത്, ഇതൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ എന്താ ആക്സിഡന്റ് ആണെന്ന് സരസ്വതി അമ്മ സുമിത്രയോട്, ഇത് ആക്സിഡന്റ് ഒന്നും പറ്റിയതല്ല എന്ന് പറഞ്ഞു. നല്ല തല്ല് കിട്ടിയതാണെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നോക്കുക കേട്ടോ ഇവര്. അപ്പോഴേക്കും പൂജ അവിടെ ഉണ്ടായിരുന്നു. പൂജ വന്ന് നോക്കുക. അപ്പോൾ പറഞ്ഞു കൊടുക്കടാ എന്താ പറ്റിയതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. ഇതെല്ലാം ഇവളുടെ കയ്യിലിരിപ്പിൻ്റെ ദോഷമാണെന്നും പറഞ്ഞ് പൂജയെ കുറ്റപ്പെടുത്തുന്നു സരസ്വതി അമ്മ. അപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കുക കേട്ടോ. പക്ഷേ കിട്ടിയത് മുഴുവൻ ഇവനാണെന്ന് മാത്രം. കൂട്ടത്തിൽ ഇവനെ സഹായിക്കാൻ പോയ എനിക്കും കിട്ടി, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുക സരസ്വതി അമ്മ. അപ്പോൾ സുമിത്ര ചോദിച്ചു, എന്തൊക്കെ പറയുന്നത്, എന്താ കാര്യം എന്ന് ചോദിച്ചു. പൂജ അന്നേരം ഇങ്ങനെ വായും വിളിച്ചു വന്ന് നോക്കി നിൽക്കുക. അപ്പോൾ കാര്യം ഞാൻ പറയാമെന്ന് സരസ്വതി അമ്മയും പറഞ്ഞു. ഞാനൊരു ടാക്സിയിൽ ഇങ്ങോട്ട് വരുമായിരുന്നു. വഴിയിൽ ഒരു ആൾക്കൂട്ടം കണ്ട് നോക്കിയപ്പോൾ ഇവനതേ പട്ടിയെപ്പോലെ ഇട്ട് തല്ലിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ മനസാക്ഷിക്ക് വണ്ടി നിർത്തിയിടത്തേക്ക് ചെന്നു. ആരെ തല്ലിയതെന്ന് പൂജ അന്നേരം ചോദിച്ചു. ആര് തല്ലാനാ? പങ്കജിൻ്റെ കയ്യിൽ നിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴേക്കും പൂജ വല്ലാതെ ആയിട്ടോ. പങ്കജ് അടിച്ചു എന്ന് കേട്ടപ്പം അപ്പോൾ അവൻ ഇവനോട് പകരം വീട്ടിയതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പകരം വീട്ടിയെന്നോ, എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു നമ്മുടെ സുമിത്രയെ. അപ്പോഴേക്കും പൂജ ഇങ്ങനെ വല്ലാതെ നിൽക്കുക. അങ്ങനെ മോനെ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പം അതിനൊക്കെ പ്രശ്നമുണ്ട് അപ്പച്ചിയെന്ന് നമ്മുടെ അപ്പു സുമിത്രയോട് പറയുവാണ്. അപ്പം ഞാൻ പറയാം കാര്യം എന്താണെന്നും പറഞ്ഞ് സരസ്വതി അമ്മ. അപ്പോൾ സരസ്വതി അമ്മ കയറി വന്നിട്ട് പൂജയുടെ സകല കള്ളത്തരങ്ങളും പൊളിച്ചതാ. അപ്പോൾ ഇവൻ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു. ഇവനും കൂടെ പോയി അവൻ്റെ ഉടായിപ്പ് കണ്ടുപിടിച്ചു. ഇവളുടെ മുന്നിലുള്ള അവൻ്റെ എല്ലാ കള്ളക്കളികളും അതോടെ പൊളിഞ്ഞു. അതിൻ്റെ പ്രതികാരമാണ് അവൻ ഇവനോട് തീർത്തതെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴാണ് സുമിത്ര അറിയുന്നത്. അപ്പോഴേക്കും പൂജ നിന്നിങ്ങനെ ഉരുകുക. എന്തായാലും സുമിത്രയോട് കാണിച്ച ചതിയെല്ലാം കൂടി സരസ്വതി അമ്മയായിട്ട് എന്നെ പൊളിച്ചു കൊടുത്തു. പൂജ ഇത്രയും ദിവസമായിട്ട് മിണ്ടിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും പൂജയ്ക്ക് പണി കിട്ടി. പിന്നെ നമ്മുടെ അപ്പു ഇങ്ങനെ വണ്ടിയിൽ വരുന്നതും അതുപോലെ തന്നെ ഗുണ്ടകൾ അപ്പുവിനെ വളഞ്ഞതും അതുപോലെ പങ്കജ് ഇതൊക്കെ കഴിഞ്ഞ് വന്നതും അങ്ങനെ അപ്പുവും അതുപോലെ പങ്കജും കൂടെ സംസാരിച്ചതും പിന്നെ ആ ഒരു ഇടിയും ഇതൊക്കെ കാണിക്കുക. അപ്പോൾ നിന്റെ ചതി മനസ്സിലാക്കിയത് കൊണ്ടാണ് പൂജ നിന്നെ വിട്ടുപോയത്, അതിന് ഞാനല്ല കാരണക്കാരൻ എന്ന് പറയുമ്പം എനിക്ക് അവൾ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല, അവളല്ലെങ്കിൽ വേറൊരുത്തി, ആരായാലും മതി എനിക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പങ്കജ് ഇങ്ങനെ അപ്പുവിനോട് പറയാം. പക്ഷേ നീ നഷ്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ നീ നശിപ്പിച്ചത് എൻ്റെ ജീവിതമാണ്, എൻ്റെ സ്വപ്നങ്ങളാണ്. അതുകൊണ്ട് നിന്നെ എനിക്ക് വെറുതെ വിടാൻ പറ്റില്ല. കമ്പനി ഇതുവരെ കൊണ്ടു നടന്നത് ഞാനാ. ഇനി എനിക്ക് അവിടെ കയറാൻ പറ്റില്ല. എനിക്കറിയാം എനിക്കെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നീ അവളെയും കൊണ്ട് നടന്ന് സന്തോഷിക്കാമെന്നൊന്നും കരുതണ്ട എന്ന് പങ്കജ് അപ്പുവിനോട് പറയുന്നു. അപ്പു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോ നീ നോക്കിക്കോ, ഇനി നീ ജീവിച്ചിരിക്കണ്ട, അതിന് നീ യോഗ്യനല്ല എന്ന് പങ്കജ് അപ്പുവിനോട് പറഞ്ഞു. അടിച്ച് കൊല്ലട ഇവനെന്ന് പറഞ്ഞു വന്നോമാരോട് പറയുമ്പോൾ കുറേയൊക്കെ അപ്പു അടി കൊടുത്തു. അപ്പോൾ ഇവൻ കുറേ അടി കൊടുത്തു, പക്ഷേ കുറേ എണ്ണം ഇവനും കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരസ്വതി അമ്മ ഈ കാര്യങ്ങളെല്ലാം അവിടെ അവതരിപ്പിക്കാം. അപ്പോഴാണ് ഞാൻ അതുവഴി വന്നതും ഈ അടിയിടിയൊക്കെ കാണുന്നതും ഇവനെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിയതും. അപ്പോൾ എനിക്കെട്ടും കിട്ടി എന്ന് പറഞ്ഞ് സരസ്വതി അമ്മ. സുമിത്ര ഇതൊക്കെ കേട്ടിങ്ങനെ ആകെ ഞെട്ടി നിൽക്കുക കേട്ടോ. എന്നെ തല്ലിയവനെ എൻ്റെ കൈ കിട്ടും, അന്ന് അവനെ ഞാൻ ശരിയാക്കിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ പറയുമ്പോഴേക്കും പൂജ അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പുവേട്ടാ എന്നും പറഞ്ഞു വിളിച്ച്. എന്തിനാ അപ്പുവേട്ടാ എനിക്ക് വേണ്ടി തല്ലുണ്ടാക്കാൻ പോയത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഇവൻ തല്ലുണ്ടാക്കാൻ അങ്ങോട്ട് പോയതല്ലല്ലോ, അവന്മാർ ഇങ്ങോട്ട് വന്ന് ഇവനെ തല്ലിയതല്ലേ എന്ന് സരസ്വതി അമ്മ ഏതായാലും പറഞ്ഞു.
എന്തായാലും നിന്നെ കൊണ്ട് ഈ വീടിന് ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായല്ലോ എന്ന് സരസ്വതിയമ്മ. എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നോ എന്തോ എന്നും പറഞ്ഞ സരസ്വതിയമ്മ കേട്ടോ. ഞാനൊരു ഇത്തിരി വെള്ളം കുടിക്കട്ടെ, നല്ല ക്ഷീണമെന്നും പറഞ്ഞുകൊണ്ട് സരസ്വതിയമ്മ അവിടെ നിന്ന് എഴുന്നേറ്റങ്ങ് പോയേ. എന്തായാലും ആദ്യമായിട്ട് മാന്യമായിട്ടൊരു വർത്തമാനം നമ്മുടെ സരസ്വതിയമ്മയുടെ നാവിൽ നിന്ന് വീണു. അങ്ങനെ സരസ്വതിയമ്മ അത് പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സുമിത്ര ഇങ്ങനെ അപ്പുവിൻ്റെ കവളത്തൊക്കെ പിടിച്ച് നോക്കുക. വേദനയുണ്ടോ മോനെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സാരമില്ല അപ്പച്ചി എന്നും പറഞ്ഞ് അപ്പു വലുതായിട്ടേ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. അപ്പോഴേക്കും ആളുകളൊക്കെ ഓടി വന്നു. അപ്പോൾ നീ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ് മോനെന്നും അവനൊരു ഫ്രോഡാണ് എന്നുള്ളത് ഞാൻ എത്ര പറഞ്ഞിട്ടും ഇവള് വിശ്വസിച്ചില്ല എന്നും സുമിത്ര പറയുക. എന്തൊക്കെയോ പറഞ്ഞ് അവൻ ഇവളെ വിശ്വസിപ്പിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ ചതി നീ മനസ്സിലാക്കി കൊടുത്തല്ലോ, ഇപ്പം ദൈവമായിട്ട് തന്നെ അത് തിരുത്താൻ ഒരു അവസരം ഉണ്ടാക്കിയല്ലോ എന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ സോറി അമ്മയെന്ന് പറഞ്ഞ് പൂജ. അപ്പോൾ ഇനി സോറി പറഞ്ഞിട്ട് എന്താ മോളെ കാര്യമെന്ന് സുമിത്ര ചോദിക്കാം. രഞ്ജിതയുടെ എല്ലാ സ്വഭാവവും അവനും ഉണ്ട്. മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ചതിക്കും, അതാണ് അവൻ്റെയൊക്കെ സ്വഭാവം. ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റിയത് മോളുടെ ഭാഗ്യമായിട്ടാണ് അമ്മയ്ക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ മോന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുമിത്ര അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വേണ്ട അപ്പച്ചി ഞാൻ ഇറങ്ങുകയാണെന്നും പറഞ്ഞ് നമ്മുടെ അപ്പു യാത്ര പറഞ്ഞു പോകുക കേട്ടോ. അച്ചമ്മയെ കൊണ്ടുവിടാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണെന്നും പറഞ്ഞു. സത്യം പറഞ്ഞാൽ അച്ചമ്മയാണ് എന്നെ രക്ഷിച്ചതെന്നും പറഞ്ഞു സരസ്വതിയമ്മയെ കുറിച്ചുള്ള ആ ഒരു ഇതും അപ്പു ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് അപ്പു പൂജയോട് യാത്ര പറയുക, ഞാൻ ഇറങ്ങട്ടെ പൂജ എന്നും പറഞ്ഞു. അപ്പോൾ സുമിത്രയ്ക്ക് സന്തോഷമായി. അങ്ങനെ എന്തായാലും അപ്പവും പൂജയും യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മുടെ സുമിത്ര ഇങ്ങനെ പൂജയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. സുമിത്രയെ മറികടന്ന് സുമിത്രയോടൊന്നും പറയാതെ പൂജ അങ്ങ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ അപ്പു അങ്ങ് പോകാൻ ഇറങ്ങിയപ്പോൾ അപ്പോട്ടാ എന്നും പറഞ്ഞ് വിളിച്ചങ്ങ് ഇറങ്ങി ചെന്നു കേട്ടോ. അപ്പോൾ അപ്പു ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുക. അപ്പോൾ അപ്പോട്ടന് ഒരുപാട് വേദനയുണ്ട് അപ്പോട്ടാ, സോറി അപ്പോട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി ചെല്ലുന്നത്. ഞാൻ കാരണം അപ്പോട്ടന് ഒരുപാട് തല്ലുകൊണ്ടല്ലോ, അപ്പോട്ടന് തല്ലുകൊണ്ടതിൽ ഒത്തിരി വേദനയുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയൊന്നും വരും ഞാൻ കരുതിയില്ല എന്നൊക്കെ പൂജ പറയുമ്പോൾ സാരമില്ല നിനക്ക് വേണ്ടിയിട്ടല്ലേ, അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ സഹിച്ചോളാവുന്നു. ഇതൊക്കെ കേട്ട് പൂജ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോട്ടാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് കെട്ടിപ്പിടിച്ചൊരൊറ്റ കരച്ചിലായിരുന്നു നമ്മുടെ പൂജ. എന്തായാലും പൂജ കെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ അപ്പവും പൂജയെ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ശ്രീനിലയത്തിൻ്റെ മുന്നിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സുമിത്ര അങ്ങനെ അവിടെ നിന്ന് കാണുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ സുമിത്രയ്ക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. സുമിത്ര ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഇവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും അത് കഴിഞ്ഞ് നമ്മുടെ അപ്പു അങ്ങ് പോയി. പൂജ അവിടെ അപ്പുവിനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നു. ഇത് കണ്ട് സന്തോഷവതിയായിട്ട് നമ്മുടെ സുമിത്ര അകത്ത് നിന്നു. എന്നിട്ട് പിന്നെ ഒന്നും അല്ലാത്തപോലെ അങ്ങോട്ടേക്ക് പോവുക. ഈ സമയത്താണ് നമ്മുടെ അച്ഛമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. സുമിത്രയെ അപ്പു പോയോ എന്ന് ചോദിച്ചു. ആ പോയെന്ന് പറഞ്ഞു. അല്ല അമ്മ എങ്ങനെയാണ് അവിടെ വന്ന് പെട്ടതെന്ന് ചോദിക്കുകയാണ് സരസ്വതിയമ്മ. വീട്ടിൽ നിന്ന് നമ്മൾ തനിച്ച് പോകുന്നതാണോ അതോ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രശ്നമോ എന്ത് പ്രശ്നം, അവിടെ അങ്ങ് ഒരു പ്രശ്നവും ഇല്ലയെന്നും സരസ്വതിയമ്മ പറയുക. അവരിപ്പോഴേ നല്ല സന്തോഷത്തിലാണ് സുമിത്രേ എന്ന് സരസ്വതിയമ്മ പറയുന്നതും സുമിത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തൊരു സ്നേഹമോ രണ്ടുപേരെന്നും കൂടി അറിയാവോ. ഇനി അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയുന്ന സരസ്വതിയമ്മയുടെ അമ്മ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു സുമിത്രയെ. അതിന് അവൻ ആളാകെ മാറി സുമിത്രേ. അവനിപ്പോഴേ എന്നെ അച്ചമ്മേന്ന് തികച്ച് വിളിക്കത്തില്ല അറിയാവോ. എന്തൊരു സ്നേഹവും വിനയൊക്കെ ആണെന്ന് അറിയാവോ. ഇപ്പോൾ നീ ശീതളിൻ്റെ കാര്യം ഓർത്ത് ഇനി പേടിക്കേ വേണ്ട, അവൾക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ സച്ചിനിത്രയ്ക്ക് മാറ്റം ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചു. ആനപ്പുറത്തിരിക്കുമ്പോൾ താഴെ കൂടെ പോകുന്നവരെ നോക്കണ്ട എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഇതുവരെ അവനും അങ്ങനെയായിരുന്നു, ആനപ്പുറത്തായിരുന്നു. ഇപ്പോൾ അവൻ ആനപ്പുറത്തുനിന്ന് ഒന്ന് താഴെ വീണു. അതോടെ അവന് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞു. അവനൊരു വീഴ്ച പറ്റിയെന്നും അതോടുകൂടി അവൻ്റെ സ്വഭാവം മൊത്തത്തിൽ മാറിയെന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ സുമിത്രയോട് പറയാം. പിന്നെ സച്ചിൻ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ അത് കേട്ടപ്പോഴേക്കതേ നമ്മുടെ സുമിത്രയ്ക്ക് ഒത്തിരി സന്തോഷമായി. അമ്മ ഇതൊന്നും കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മയെന്നിങ്ങനെ പറയുമ്പോൾ വിശ്വസിക്കണം സുമിത്ര എന്ന് പറഞ്ഞു. എന്തായാലും അമ്മ അവളുടെ കൂടെ പോയി നന്നായെന്ന് പറഞ്ഞു. ആദ്യം അവൻ എന്നെ ഇട്ടൊന്ന് കുറച്ച് വട്ടം കറക്കി, എന്നാലും ഇപ്പോൾ അവൻ സ്നേഹത്തോടെ അച്ചമ്മയെ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോഴേ ഞാൻ അതൊക്കെ അങ്ങ് മറന്നു കളയുന്ന ആ ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞു സരസ്വതി അമ്മ. കാല് ശരിയാകുമ്പോൾ അവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അപ്പം തന്നെ സരസ്വതിയമ്മയുടെ ഫോണിലേക്ക് കോള് വന്നു. പറഞ്ഞു തീർന്നില്ല, അതേ വരുന്നുണ്ടല്ലോ കോളെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു. ആ മോളെ എന്നും പറഞ്ഞു വലിയ കാര്യമായിട്ടാണ് വിളിക്കുന്നതൊക്കെ. പച്ചമങ്ങ എത്തിയൊന്ന് ശീതൾ ചോദിച്ചപ്പം ഞാൻ എപ്പോഴേ ഇവിടെ എത്തി മോളെ, വിവരങ്ങളൊക്കെ ഞാൻ നിൻ്റെ അമ്മയോട് പറയുകയായിരുന്നു എന്ന് പറഞ്ഞു. സുമിത്ര ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാതെ ഇവിടെ നിൽക്കുകയാണെന്നും. അപ്പോൾ അങ്ങനത്തെ ഞാൻ അവൾക്ക് കൊടുക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കൊടുത്തു. ദേ അമ്മയും മോളും കൂടെ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. അപ്പോൾ അച്ഛമ്മ പറഞ്ഞതൊക്കെ സത്യം അമ്മയെന്ന് ശീതൾ പറയാം. സച്ചിൻ ആളാകെ മാറി അമ്മേ, ഞങ്ങളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞു.
സച്ചിൻ അങ്ങനെ കിടക്കുവാണല്ലോ. അപ്പോൾ സച്ചിൻ ഫോൺ മേടിക്കുവാണ്. അപ്പോൾ ശീതൾ പറഞ്ഞു, അമ്മേ സച്ചിന് സംസാരിക്കണം, നീ കൊടുക്കാട്ടോ അമ്മേ എന്നും പറഞ്ഞിട്ട് ഫോൺ കൊടുത്തു. ഫോൺ മേടിച്ച വഴി ഫോൺ എടുത്ത് അമ്മേ എന്നും പറഞ്ഞൊരു വിളിയായിരുന്നു സച്ചിൻ. അത് കേട്ടപ്പോൾ സുമിത്രയ്ക്ക് ഇരട്ടി സന്തോഷമായി. അപ്പോൾ ഇനി അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഇത്രയും നാളുണ്ടായതൊക്കെ അമ്മ മറക്കണം, ഞാൻ ഇനി ഒരിക്കലും അവളെ വേദനിപ്പിക്കില്ല, ഞാൻ കാരണം ഇനി ശീതളിൻ്റെ കണ്ണ് നിറയില്ല, ആ ഒരുറപ്പ് ഞാൻ അമ്മയ്ക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ മതി മോനെ, അത് മാത്രം മതി അമ്മയ്ക്ക് സന്തോഷമായെന്നും പറഞ്ഞ് സുമിത്ര ഇങ്ങനെ പറയാം. കാല് ശരിയാകുമ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വരണം എന്നും പറഞ്ഞു. പിന്നെ അല്ലെങ്കിൽ വേണ്ട, നാളെ തന്നെ മോനെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയോട് ഞാനൊരു സോറി പറഞ്ഞോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ സുമിത്രയ്ക്ക് കരച്ചിൽ വന്നു. സുമിത്ര കരയുക. ഇതുവരെ ഞാൻ പറഞ്ഞതിനും ചെയ്തതിനും ഒക്കെ എന്നോട് ക്ഷമിക്കണം അമ്മയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശീതളിനെ അച്ഛമ്മയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചു, ഇനി അതൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്കെല്ലാം മനസ്സിലായി. എൻ്റെ മോൻ ഇനി ഒന്നും പറയണ്ട, അമ്മയ്ക്ക് അങ്ങനെ മക്കളെ വെറുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു സുമിത്ര ഇങ്ങനെ നേരത്തേക്കും പറഞ്ഞു. പിന്നെ സരസ്വതിയമ്മ ഫോൺ മേടിച്ചു. മോനെ അച്ഛമ്മയാ, എനിക്ക് രണ്ട് നല്ല തല്ല് കിട്ടി, അതോടെ ഞാനും നന്നായി മോനെ എന്ന് സരസ്വതിയമ്മ. മോൻ ഫോൺ വെച്ചോട്ടോ, അച്ഛമ്മ വിളിക്കാട്ടോ പിന്നെ എന്ന് പറഞ്ഞോണ്ട് സരസ്വതിയമ്മ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പം തലയ്ക്കടി കിട്ടിയ ആ ഒരു എൻ്റെ പൊന്നെ, തലയ്ക്കടി കിട്ടിയപ്പോൾ എൻ്റെ തലയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചെന്നാ തോന്നുന്നത് എന്ന് സരസ്വതിയമ്മ സുമിത്രയോട് പറയണം. അങ്ങനെ തല്ല് കിട്ടിയതോടെ സരസ്വതിയമ്മയും നല്ലവളായി. നീ വാ, എനിക്ക് വിശക്കുന്നു വാ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതിയമ്മ അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകുമ്പോൾ സുമിത്ര ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് സരസ്വതിയമ്മയ്ക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കാനായിട്ട് പോവാം. ഈ സമയത്ത് നമ്മുടെ ശീതൾ സച്ചിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, അങ്ങനെ സ്നേഹത്തോടെ. അത് കഴിഞ്ഞ് പിന്നെ പൂജ റൂമിലിരിക്കുമ്പോൾ സുമിത്ര പൂജയുടെ അടുത്തേക്ക് ചെന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന പൂജക്കരികിലേക്ക് ചെന്നിട്ട് സുമിത്ര ഇങ്ങനെ മോളെ സമാധാനിപ്പിക്കാൻ നോക്കുക. അപ്പോഴേക്കും അമ്മയെ കെട്ടിപ്പിടിച്ച് പൂജ ഭയങ്കര കരച്ചിൽ. പലപ്പോഴും ഞാൻ അവരുടെ വാക്ക് കേട്ട് എൻ്റെ അമ്മയോട് പറയാൻ പറ്റാത്തതൊക്കെ പറഞ്ഞു, ഞാൻ ആ പങ്കജിൻ്റെ വാക്ക് വിശ്വസിച്ച് പോയി എന്നൊക്കെ സുമിത്രയോട് പൂജ ക്ഷമ ചോദിച്ച് പറഞ്ഞ് കരയുക. അപ്പോൾ ജീവിതം എന്ന് പറയുന്ന ഒരു മാജിക്കാണ് മോളെ, കൺമുന്നിൽ കാണുന്നൊന്നും അല്ല സത്യം, അത് തിരിച്ചറിയാൻ നമ്മൾ കുറച്ച് സമയം എടുക്കുമെന്ന് സുമിത്ര നേരം പറഞ്ഞു. അതുവരെ സത്യമാണെന്ന് വിശ്വസിച്ചതെല്ലാം പെട്ടെന്ന് മാഞ്ഞു പോകുമ്പോൾ ആർക്കായാലും അത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് സുമിത്ര ഇങ്ങനെ പറയാം. അമ്മ ഇതൊക്കെ പ്രതീക്ഷിച്ചതാണെന്നും അപ്പം അമ്മയെ പോലും ഞാൻ ധിക്കരിച്ച് കളഞ്ഞു, അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ സോറി അമ്മയെന്നും പറഞ്ഞ് ഒരു സോറിയൊക്കെ പറയുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സുമിത്ര അങ്ങനെ അവിടെ വന്ന് ഇതൊക്കെ കേട്ട് സംസാരിച്ചു മോളെ സമാധാനിപ്പിച്ചു അങ്ങനെ ഇരിക്കുക. അപ്പം മോളെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും, ചിലതൊന്നും മനസ്സിലാവത്തുമില്ല, അനുഭവിച്ച് തന്നെ അതൊക്കെ അറിഞ്ഞാലേ അതിൻ്റെ ഇത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരാളോട് ഇഷ്ടം തോന്നിയാൽ പിന്നെ അയാളെക്കുറിച്ച് മറ്റാരെന്ത് പറഞ്ഞാലും നമ്മളതൊന്നും വിശ്വസിക്കില്ല, അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു കള്ളക്കളിയാണെന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞ്. പക്ഷേ ഇപ്പം മോൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു സുമിത്ര. അപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി അമ്മേ എന്ന് മകൾ അമ്മയോടും പറയുന്നു. രഞ്ജിത ആൻറ്റി ശരിക്കും എന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മോളെ, നമ്മളെ ഒരാൾ പറ്റിക്കുന്നത് നമുക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, നമ്മൾ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, നമുക്ക് അവരോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. മോളുടെ അപ്പച്ചിയാണ് രഞ്ജിത, രക്തബന്ധമാണ്, അതുകൊണ്ട് തന്നെ മോൾ അവരെ സ്നേഹിച്ചതിൽ യാതൊരു തെറ്റും പറയാനില്ല എന്ന് പറഞ്ഞു. അതിനു വേണ്ടി ആളുകൾ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ചോദിച്ചു പൂജയെ. അന്നേരം അതാണ് കലികാലത്തിൻ്റെ പ്രത്യേകത, സ്വന്തവും ബന്ധവും മറന്ന് സ്വന്തം നേട്ടത്തിന് വേണ്ടി ആളുകൾ യുദ്ധം ചെയ്യുകയാണ് ചെയ്യാറ്, വെട്ടുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുമെന്നും സുമിത്ര പറഞ്ഞു കൊടുക്കാം, ഇതുപോലെ ചതിക്കുകയും ചെയ്യുമെന്നും. അങ്ങനെ നമ്മുടെ സുമിത്ര കാര്യങ്ങളെല്ലാം പറയുന്നു. ആ സമയത്ത് ഇനി അമ്മ പറയുന്നത് കേൾക്കാതെ ഞാൻ ഒന്നും ചെയ്യില്ല, എൻ്റെ അമ്മയെ ധിക്കരിച്ചുകൊണ്ടൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സത്യം ചെയ്യുക. അപ്പോൾ എൻ്റെ മോൾക്ക് ഒരിക്കലും എൻ്റെ ഇങ്ങനെ തെറ്റ് പറ്റേണ്ടതല്ലല്ലോ, രോഹിത്തിൻ്റെ മോളല്ലേ നീ, നിനക്ക് എങ്ങനെ തെറ്റ് പറ്റി എന്ന് ചോദിക്കുന്നു സുമിത്ര പൂജയോടെ. അപ്പോഴേക്കും നമ്മുടെ പൂജയിൽ നിന്ന് സുമിത്ര കാര്യങ്ങളെല്ലാം സംസാരിച്ചറിയാം. അത് മറ്റൊന്നും കൊണ്ടല്ല അമ്മേ, പങ്കജിനെയും രഞ്ജിതാൻ്റിയെയും ഞാൻ വിശ്വസിച്ചതും വേറൊന്നും കൊണ്ടല്ല, വിരോധങ്ങളെല്ലാം മറന്ന് രണ്ട് കുടുംബങ്ങളും ഒന്നാവും എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണെന്ന് പൂജ പറയുക. ഇപ്പം എനിക്ക് മനസ്സിലായി അമ്മ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന്, ചിലതൊക്കെ എത്ര ചേർത്ത് വെച്ചാലും ചേരില്ല എന്നുള്ളത് അതെനിക്കിപ്പോൾ ബോധ്യമായി അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് പൂജ ഇങ്ങനെ പറയുമ്പോൾ എങ്കിൽ പിന്നെ ചേരുന്നത് മാത്രം നീ ഇനി ആലോചിച്ചാൽ മതി എന്ന് സുമിത്ര പറയുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ പൂജ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പുവിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പൂജ ഒരു ചെറിയ കള്ളച്ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും